നീ ഗൗരവത്തോടെ ഒന്ന് കേൾക്കണം. നിനക്കെതിരെ കേസെടുക്കാനുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. ഞാനത് ഇതുവരെ ഐശ്വര്യ മാഡത്തിന് കൊടുക്കാത്തത് നീ പീതാംബരനെ കൊല്ലില്ലാന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാ. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാൻ എന്നെ ഒന്ന് സഹായിച്ചാൽ മാത്രം മതി. എനിക്കെതിരെ ഇത്രയും തെളിവുകള് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതിന് ശേഷം അത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ കഷ്ടമല്ലേ? ചേച്ചി അതെല്ലാം ഐശ്വര്യ മാഡത്തിന് കൊടുക്ക്. എന്നിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്താന്ന് വെച്ചാ ചെയ്. മഹിമേ, നീ ഇത് എന്തിന്റെ അഹങ്കാരിയെ കാണിക്കുന്നേ? ഗോപാൽജിക്ക് പണി കൊടുക്കുന്ന പോലെ അല്ല ഇത്. ഒരു മനുഷ്യന്റെ ജീവനാ പോയത്. അതിന് ഞാൻ എന്ത് വേണം? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെന്തിനാ ഞാൻ പേടിക്കുന്നേ? പിന്നെ നിങ്ങൾ പോലീസുകാര് ആരെങ്കിലും കേസിൽ കൊടുക്കണമെന്ന് തീരുമാനിച്ച ദൈവം തമ്പുരാ വിചാരിച്ചാ പോലും അയാളെ രക്ഷിക്കാൻ പറ്റില്ലല്ലോ. മോളെ, ഞാൻ നിന്റെ ശത്രുവല്ല. നിന്നെ കുടുക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ഗിരിയേട്ടനെ രക്ഷിക്കാലോ. ഇപ്പൊ ആ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് എനിക്ക് ഊഹിക്കാം. ഭാനുമതി അമ്മ ചേച്ചിക്ക് സ്വൈര്യം തരുന്നുണ്ടാവില്ല. എത്രയും പെട്ടെന്ന് ഗിരിയേട്ടനെ പുറത്തിറക്കണമെന്ന് അവര് പറയാത്ത ദിവസം ഉണ്ടാവില്ല. ഈ അവസ്ഥയില് സ്വന്തം കുഞ്ഞിന്റെ അച്ഛൻ അടുത്ത് വേണമെന്ന് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കും. അപ്പൊ പിന്നെ എന്ത് വില കൊടുത്തും ഭർത്താവിനെ രക്ഷിക്കണമെന്ന് തീരുമാനിക്കും. അതിന് അനിയത്തെ പ്രതിയാക്കണമെങ്കിൽ അതും ചെയ്യും. എന്തിനാ രക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഗിരിയേട്ടനല്ല പീതാംബരനെ കൊന്നത്, അത് തന്നെ കാരണം. പക്ഷെ ഗിരിയേട്ടൻ നമ്മുടെ അച്ഛന്റെ കൊലപാതകം മറയ്ക്കാൻ കൂട്ടുനിന്നില്ലേ? ആ കുറ്റത്തിന് തെളിവൊന്നും ഇല്ലല്ലോ. പക്ഷെ പീതാംബരന്റെ കേസില് എല്ലാ തെളിവുകളും ഗിരിയേട്ടനെതിരല്ലേ? അപ്പൊ അച്ഛനോട് ചെയ്ത തെറ്റിന് ഗിരിയേട്ടൻ ഇങ്ങനെ ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് കരുതിയാ പോരായിരുന്നോ? നിയമം പാലിക്കേണ്ടത് അങ്ങനെയല്ല. ചേച്ചിക്ക് എപ്പോഴും പറയാൻ ഓരോ ന്യായങ്ങളുണ്ടാവും. എന്തായാലും എന്നോട് കൂടുതൽ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ വക്കീല് കൂടെ ഉണ്ടാവണം. എനിക്ക് തല കറങ്ങുന്ന പോലെ കുറച്ച് വെള്ളം തരുമോ? ചേച്ചി ചേച്ചി ഇവിടെ ഇരിക്കെ. ചേച്ചി നീ അത് അവിടെ വെച്ചേക്ക. ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുത്തിട്ട് വരാം. ചിലപ്പോ അതുകൊണ്ടായിരിക്കും തല കറങ്ങുന്നത്. ചേച്ചി എവിടെ പോയി?